ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? അപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് വന്നു വീഡിയോസിനിടയ്ക്ക്. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറയുന്നില്ല. എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ കോളേജും ഡീറ്റെയിൽസും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്യാവശ്യം ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണത്തിന് മാത്രമേ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പം ഇന്ന് ഈ വീഡിയോ വെച്ച് ഞാൻ വീണ്ടും ട്രാക്കിലേക്ക് വരികയാണ്. അപ്പം ഞാനതിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒത്തിരി മെസ്സേജ് വന്നൊരു ക്വസ്റ്റ്യനാണ്, ചേച്ചി നമ്മൾ ഈ ഒരു മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണോ എന്നുള്ളത്. ഇപ്പോൾ ഈ വീക്ക്ലി എക്സാമിൻ്റെ പ്രഷർ പോലെ അല്ലടാ മോഡൽ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ഇത്രയും കൂടെ പ്രഷർ വരും. കാരണം വീക്ക്ലി എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം മൺഡേ വീക്ക്ലി എക്സാം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുതൽ നമുക്ക് സൺഡേ വരെ പഠിക്കാനായിട്ട് സമയം കിട്ടും. വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്സ് അത് മാത്രമല്ല, ഫിസിക്സ് ഒരു ചാപ്റ്റർ ആയിരിക്കും, കെമിസ്ട്രി ഒരു ചാപ്റ്റർ ആയിരിക്കും, ബയോ ഒരു ചാപ്റ്റർ ആയിരിക്കും. പക്ഷേ മോഡൽ എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ ഒരു ദിവസമല്ല 2-3 ദിവസം ഗ്യാപ്പിൽ നിങ്ങൾക്ക് 8-9 ചാപ്റ്റർ, അതായത് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോവും കൂടെ 8-9 ആയിരിക്കത്തില്ല, ചിലപ്പോൾ 10-12 ചാപ്റ്റർ വരെ മോഡൽ എക്സാമിന് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് അത് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ മാർക്ക് നല്ല രീതിയിൽ കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഒക്കെ ഒരു മുഖം കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരിക്കും. അങ്ങനെ കുറേയധികം ആളുകൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ അമ്മയോ അച്ഛനെയോ ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ മോഡൽ എക്സാമിൻ്റെ ടൈമിൽ വീടെടുത്ത് മാറി നിൽക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കാണുന്നൊരു ട്രെൻഡാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ചിലപ്പം കുറേ പേര് പറയുന്നുണ്ടാവും ഞാൻ വീടൊന്നും എടുക്കുന്നില്ല, പക്ഷെ എന്നാലും അങ്ങോട്ട് പോകും തോറും കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ വെക്കേറ്റ് ചെയ്തിട്ട് പോയി ഇങ്ങനെ വീടെടുത്ത് മാറി നിൽക്കും. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അത് നല്ലതാണോ എന്നുള്ളത്. പേഴ്സണലി അതിപ്പം ഓരോ ആളുകളെ വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് അത് ഇപ്പം സമാധാനത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അത് നല്ലതാണ്. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വരും, ആ ഒരു സ്പിരിറ്റ് വരും. ബാക്കിയുള്ളവരിപ്പം ഇത്രയും ടോപ്പിക്സ് വരുമ്പോഴത്തേക്ക് എന്തായാലും എല്ലാവർക്കും നല്ലടാ, മോസ്റ്റ്ലി ആർക്കും കവർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ചാപ്റ്റേഴ്സും കൂടെ കവർ ചെയ്തിട്ട് പോയി മോഡൽ എക്സാം എഴുതാൻ പറ്റത്തില്ല. കൂടുതൽ ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് നേരത്തെ ചെയ്ത് നോക്കിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്നും കൂടെ ചെയ്ത് നോക്കി നിങ്ങളുടെ വീക്ക്ലി എക്സാമിൻ്റെ നേരത്തെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് പോകും. ബയോ ടെക്സ്റ്റ് വായിച്ചിട്ട് പോകും, കെമിസ്ട്രി അതുപോലെ ടെക്സ്റ്റ് വായിച്ചിട്ട് പോകും, ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് വീണ്ടും പഴയതുപോലെ ഇരുന്ന് ഫിസിക്സ് എല്ലാം ഇങ്ങനെ പറക്കി വായിച്ച് അതൊക്കെ സമയം കിട്ടത്തില്ല. നമുക്ക് ഓട്ടിച്ചിട്ട് വായിക്കുന്ന ഒരു സംഭവമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിലാണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ പഠിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇരുന്ന് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ വരും. അതേസമയം ഇപ്പോൾ വീടെടുത്തൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് അത് നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. നമ്മൾ കറക്റ്റ് ആ ഒരു ഡെഡിക്കേഷനിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മളിപ്പം ഇത്തിരി അങ്ങ് കൂളായി പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ വേണമല്ലോ. ആ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇത്തിരി കൂളായി പോയി കഴിഞ്ഞാൽ അത് ഇത്തിരി പാടാവും. കാരണം ബാക്ക്ലോഗ്സ് വന്നു കഴിഞ്ഞാൽ മോഡൽ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ബാക്ക്ലോഗ്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ബാക്ക്ലോഗ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും കേട്ടോ. എൻ്റെ അടുത്ത് കുറേ അധികം ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ചേച്ചി ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും അവസാനം ആവാറായി, ലാസ്റ്റത്തെ ഒരു 4 മന്തിലേക്ക് വന്നു. ഇനിയും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളത് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്തായാലും ഇത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് 10-15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലടാ. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ചാപ്റ്റേഴ്സിൻ്റെ കളിയല്ല, 3 സബ്ജക്റ്റാണ്. ആ 3 സബ്ജക്റ്റിൽ തന്നെയും റാങ്ക് ഡിറ്റർമൈനിങ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമുക്ക് ഈ 1 മാസം കൊണ്ടൊന്നും പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കത് ഒരു ലോങ് ടേം നമ്മുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു എഫേർട്ടാണ്, പക്ഷെ ഒരു ഔട്ട്കമാണ് നമുക്ക് ആ നീറ്റ് എക്സാം എന്ന് പറയുന്നത് അതിലൂടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ഇനിയും തുടങ്ങാത്തവർ തുടങ്ങാടാ. ഇനിയും തുടങ്ങാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരും ഒട്ടും പഠിക്കാത്തവരാണെന്ന്. ഇടയ്ക്കെപ്പോഴും ഉഴപ്പിപ്പോയവരാണ്. അപ്പം നിങ്ങൾക്കിനി വിചാരിച്ചാൽ കിട്ടും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ലാസ്റ്റത്തെ 4 മാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബേൺ ചെയ്യാനും സാധ്യതയുള്ളൊരു സമയമാണ്. നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ 4 മാസം അനാവശ്യമായിട്ട് ടെൻഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പഠിച്ച അത് പോയി കിട്ടും.
അതേസമയം ഈ ലാസ്റ്റത്തെ 4 മാസം നിങ്ങൾ ഇത്തിരി ഉഴപ്പിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഉഴപ്പിപ്പോയ സമയം കവറപ്പ് ചെയ്തിട്ട് കയറി വരാനും പറ്റും. നിങ്ങൾ ഇനിയും ഇങ്ങനെ ആരെയും നോക്കിയിരിക്കാനായിട്ട് നിൽക്കണ്ട. അതായത് ഇനി പഠിച്ചാൽ കിട്ടുമോ, അങ്ങനെ ഇതിൻ്റെ താഴെയോ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ടടാ. അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഇനി പഠിച്ചാലും കിട്ടും, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. അത് വീണ്ടും ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്താലും എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളടാ. ശരിക്കും ഞാൻ പറയാം, ലാസ്റ്റത്തെ 1 മാസം കൊണ്ടൊന്നും പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത്. അപ്പോൾ നിങ്ങൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു ലോങ് ടേം എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റത്തെ 1 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ തന്നെ വേണം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റത്തെ 1 മാസം പഠിച്ച് റിവിഷൻ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് റൂംസ് എടുക്കുന്ന, അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. റൂംസ് എടുക്കുന്നത് ഇപ്പം ഇതുപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പം ഒരു ഇത്തിരി ഹോംലി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും. നമുക്കിപ്പം സൗണ്ട് എടുത്ത് വേണേൽ പഠിക്കാം. മറ്റേ ഹോസ്റ്റലിലാകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ളൊരു ആളുകളുടെ ഒരു കംഫർട്ടും കൂടെ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ മോഡൽ എക്സാമിനൊന്നും വലിയ മാർക്ക് കിട്ടുമെന്നൊന്നും ആരും അങ്ങനെ അങ്ങ് ഇതാവാൻ നിൽക്കണ്ട. ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറയും, ചിലപ്പോൾ ഒരു 300-400 റേഞ്ചിലോട്ടൊക്കെ വരും. പക്ഷെ നിങ്ങൾ എഫേർട്ട് ആയിട്ട് കയറി വരാനായിട്ട് നോക്കുക. എനിക്ക് 300 കിട്ടുന്നുള്ളെന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ബയോളജി തന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്കോർ, നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് തന്നെ മനസ്സിലാവും. മാക്സിമം എന്താണ് അറ്റ്ലീസ്റ്റ് എന്നല്ല, നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ബയോളജി എന്തായാലും തറവാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബയോളജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് നീറ്റ് എക്സാമിന് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം എല്ലാവരും പറയും ബയോളജി നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി ആയിരിക്കും. അങ്ങനെയാണല്ലോ പറയുന്നത്. ബയോളജി കഴിഞ്ഞിട്ട് നിങ്ങൾ കെമിസ്ട്രി അറ്റൻഡ് ചെയ്യുക, ഫിസിക്സ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ബയോ നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് അങ്ങ് പോകും. മനസ്സിലായോ? അപ്പോൾ മാക്സിമം ടെക്സ്റ്റെങ്കിലും NCERT ടെക്സ്റ്റെങ്കിലും നിങ്ങളുടെ കയ്യിൽ സേഫ് ആണെന്നുള്ളൊരു ബോധ്യത്തിൽ പോയി എഴുതണം. മോഡൽ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1-2 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 4 ചാപ്റ്ററൊക്കെ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. ഇനിയിപ്പം ബയോയിൽ തന്നെ 7-8 ചാപ്റ്റർ അടുപ്പിച്ച് നിങ്ങൾ എക്സാം എഴുതാൻ പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ മറന്നു പോകുന്നുണ്ടോ, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. മനസ്സിലായോ? ഇത്രയും ചാപ്റ്റർ നമ്മൾ ക്ലബ് ചെയ്ത് വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു, അതായത് ജസ്റ്റ് ഒന്ന് വായിച്ചത്, അതായത് ഇപ്പോൾ ഒരു പുതിയ ചാപ്റ്റർ വായിക്കുമ്പോൾ നേരത്തെ ചാപ്റ്റർ മറന്നുപോയോ, അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. ഒരു കോൺഫിഡൻസ് കിട്ടുമോടാ മോഡൽ എക്സാം. നിങ്ങൾ ആരും മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യാനൊന്നും പോകരുത്. ചിലവർ കാണിക്കുന്ന പരിപാടിയാണ് 2 ദിവസം എന്തായാലും ഇത്രയും ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ള സമയമുള്ളൂ, അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മോഡൽ പഠിക്കാം. അതാകുമ്പോൾ ഈ 2 മോഡൽ എക്സാം എഴുതുന്ന അന്നത്തെ ദിവസം 3 ബാക്കി 2 കൂടെ 5 ദിവസം കിട്ടും മറ്റേ ടോപ്പിക്സ് പഠിക്കാൻ. പക്ഷേ ഇപ്പോൾ ഈ പെൻഡിങ് ആവുന്ന ടോപ്പിക്സ് പിന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം മോഡൽ എക്സാം ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യടാ. പോയി എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്യണം. എക്സാം എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഈ ഫുൾ മോഡൽ വരുമല്ലോ, ഫുൾ മോഡൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഫുൾ മോഡൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ഫുൾ മോഡൽ സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഒരു സമയം ഇരുന്ന് പഠിക്കാം. ആ സമയം ഇങ്ങനത്തെ മോഡൽ സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം ഇപ്പം നാളെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പം ഞാൻ പറയാം, മറ്റന്നാളാണ് എക്സാം. ഇന്ന് നമ്മൾ ഇത്തിരി കൂടെ കൂളായിരിക്കും, നാളെ നമ്മൾ ഇത്തിരി കൂടെ പ്രഷറായിട്ട് ഒത്തിരി ചാപ്റ്റർ വായിക്കും. നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ ഞാൻ എത്ര ചാപ്റ്ററാണ് വായിച്ചേ, മിനിഞ്ഞാന്ന് ഞാൻ ഇതുപോലെ വായിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ആവത്തില്ലായിരുന്നു. അങ്ങനെ ആ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഡൽ എക്സാം, ഇങ്ങനത്തെ മോഡൽ എക്സാം ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്. മൈൻഡ് പരമാവധി കൂളായിട്ട് വെക്കണം. എന്തായാലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. നമ്മൾ ഇത്രയും ഈ ഒരു കൊല്ലം എഫേർട്ട് ഇട്ടത് മൊത്തം ഈ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. May 4 നടക്കുന്ന എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തായാലും എങ്ങും ഒളിച്ചോടി പോകാനായിട്ടൊന്നും താല്പര്യപ്പെടുന്നവരല്ല. എന്തായാലും നമുക്കത് ഫേസ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അന്ന് എത്ര മാർക്ക് കിട്ടിയാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയവരാണ്. പിന്നെ എങ്ങനത്തെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. നന്നായിട്ട് പഠിച്ച് തീർന്നിട്ട് അറ്റൻഡ് ചെയ്യണോ, അല്ലാതെ ടെൻഷൻ അടിച്ച് കരഞ്ഞ് കുളവാക്കി പോയി അറ്റൻഡ് ചെയ്യണോ, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് മാക്സിമം മൈൻഡ് കൂളാക്കി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോയി എഴുതുക. May 4 നീറ്റ് എക്സാം എഴുതി വെളിയിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത് ഒരിക്കലും. ഞാൻ പഠിച്ചായിരുന്നെങ്കിൽ എനിക്ക് പറ്റിയേനെ, ഞാൻ ഇത്രയും കൂടി എഫേർട്ട് ഇട്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ, ഞാൻ ഉഴപ്പി പോയിട്ടാണ് എനിക്ക് കിട്ടാത്തത്, അങ്ങനത്തെ ചിന്തകളൊന്നും വരരുത്. ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തു, എൻ്റെ പരിമിതികൾക്കുള്ളിൽ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു. ആ ഒരു ചിന്തയിലൂടെ മാത്രം നിങ്ങൾ ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൻ്റെ കാര്യം അത്രേ പറഞ്ഞുള്ളൂ. ഓരോരുത്തരുടെ ഓരോ ഇതുപോലെയാണ്. അല്ലാതെ റൂം എടുത്ത് നിന്നാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് സോൺ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു വലിയൊരു വീടെടുക്കുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നമുക്കിപ്പം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരെ കാണുന്ന പോലെ ആ ഒരു ഇത് വേറെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫോഴ്സ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ അതും നല്ലതാണ്. രണ്ടിനും 2 രീതിയിലുള്ള ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അപ്പോൾ അത്ര ഉള്ളടാ. ശരി, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ടാറ്റാ.